നമസ്കാരം. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രൊക്കോളി ഒരു എഡിബിൾ ഗ്രീൻ പ്ലാന്റാണ്, ക്യാബേജ് ഫാമിലിയിലേക്ക് പെട്ടത്. ഇത് വന്നിട്ട് നമുക്ക് പച്ചയ്ക്ക് കഴിക്കാം, അല്ലെങ്കിൽ കുക്ക് ചെയ്ത് കഴിക്കാം. ഇന്ന് ഞാനിവിടെ ബ്രൊക്കോലി എഗ് റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ബ്രൊക്കോലി എഗ് റെസിപ്പി ഒരു ഹെൽത്തിയും ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കോമ്പിനേഷനാണ്. ഇത് വന്നിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ആദ്യം ബ്രൊക്കോലിനെ ചെറിയ ചെറിയ പൂക്കളായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മീഡിയമായിട്ടുള്ള ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഈ ബ്രൊക്കോളിയുടെ പൂക്കൾ 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം. 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ടൊന്ന് ഊറ്റിയിട്ട് കളയാം. അപ്പോൾ നമ്മുടെ ബ്രൊക്കോളി പൂക്കൾ നന്നായിട്ട് വൃത്തിയായിട്ട് നമ്മളിവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീഡിയമായിട്ട് ചൂടുള്ള പാനിലേക്ക് ഞാൻ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ഒരു ഫ്ലേവേഡ് ആയിട്ടുള്ള എണ്ണ വേണം ബ്രൊക്കോലി കുക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ. ഒന്നല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കാം. ഇതിലേക്ക് ഞാൻ 10 വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് വന്നിട്ട് നമുക്ക് എരിവിനനുസരിച്ച് ഉപയോഗിക്കാം. പക്ഷേ ഈ റെസിപ്പി വന്നിട്ട് കുറച്ച് എരിവുണ്ടെങ്കിലാണ് ടേസ്റ്റി ആയിട്ടുണ്ടാവുള്ളൂ. ഇതിലേക്ക് നമുക്ക് ബ്രൊക്കോളി പൂക്കളിനെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്ന് ഇട്ടിട്ട് 2 മിനിറ്റ് സോട്ടേ ചെയ്യാം. 2 മിനിറ്റ് സോട്ടേ ചെയ്തതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് വന്നിട്ട് മെയിനായിട്ട് ബ്രൊക്കോളി പൂക്കൾ കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമ്പോൾ അടി പിടിച്ച് കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. അടച്ചു വെച്ച് 3 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് തുറന്നിട്ട് ഇതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുട്ട ഒഴിക്കുമ്പോൾ നമ്മൾ ഈ ബ്രൊക്കോളിയുടെ പൂക്കളിനെ ബൈൻഡ് ചെയ്യുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാൻ വീണ്ടും വേറെ ഒരു മുട്ടയും കൂടി ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി നമുക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. 3 മിനിറ്റ് ആയതിന് ശേഷം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രൊക്കോലി എഗ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വന്നിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ടിപ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ ബ്രൊക്കോലി കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ഫ്ലേവേഡ് ആയിട്ടുള്ള എണ്ണ വേണം ഉപയോഗിച്ച് കുക്ക് ചെയ്യാൻ. നമുക്കൊന്നില്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ ബ്രൊക്കോലി കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുട്ടയും ബ്രൊക്കോലിനെയും ലോ ഫ്ലെയിമിൽ തന്നെ വേണം കുക്ക് ചെയ്യാൻ. പിന്നെ നമ്മൾ മുട്ട ഒഴിച്ചെടുക്കുമ്പോൾ ബ്രൊക്കോളിയുടെ പൂക്കൾ ബൈൻഡ് ചെയ്യുന്ന രീതിയിൽ വേണം ഒഴിച്ചെടുക്കാൻ. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്